ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ചപ്പാത്തി മാവ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നല്ല ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ ഒരു ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു നൂഡിൽസ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സാധാ ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ട് ബാക്കിയുള്ള മാവ് ഇങ്ങനെ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അത് നമുക്കിത് പരത്തിയിട്ടെടുക്കാം. നമ്മൾ സാധാ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കണം. കുറച്ച് മാവ് ഇട്ടിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സാധാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ രൂപത്തിൽ തന്നെ കുഴച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇത് ബാക്കിയുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അധികം കട്ടിയിലായിട്ട് പരത്തണ്ട. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ആറി വരുന്ന ടൈമിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ തന്നെ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഓവറായിട്ട് കുക്കായി പോകരുത്. ഒരു ബബിൾസ് വരുന്ന ആ ഒരു ടൈമില്ലേ, അപ്പോൾ നമുക്ക് അതിന് പാനിൽ നിന്ന് മാറ്റണം. 5 ചപ്പാത്തി ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഗോതമ്പ് വെച്ചിട്ടാണ് ചപ്പാത്തി മാവ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു നീളത്തിലായിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്വയറായിട്ട് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ കട്ട് ചെയ്യുന്നതാണെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഒരു നൂഡിൽസ് പാസ്തേൻ്റെ ആ ഒരു ഷേപ്പിലാണെങ്കിൽ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചപ്പാത്തി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് വിട്ടിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇത് ഞാനിപ്പം തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലേവറിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം. നമ്മുടെ നൂഡിൽസിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ചൂടായ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മെൽട്ടായിട്ട് വരുമ്പോൾ 3 വെളുത്തുള്ളിൻ്റെ അല്ലി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറിയൊരു സവാള നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിൽ നിന്ന് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുക്കാകണ്ട കേട്ടോ. ഇനി അതിലേക്ക് 2 കളറുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നീളത്തിലരിഞ്ഞത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാരറ്റ് ബീൻസൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ക്യാബേജ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ഇട്ട് കൊടുക്കാം. പിന്നെ 3 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് സോസിലെല്ലാം മാറ്റം വരുത്താം. 3/4 ടീസ്പൂണിനടുത്ത് റെഡ് ചില്ലി സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചപ്പാത്തിയിൽ അത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിലും കൂടുതലായിട്ടുള്ള കുരുമുളക് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയല്ല, ക്രഷ് ചെയ്തിട്ടുള്ളതാണ്. 1 ടീസ്പൂണിനടുത്ത് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിന് കൂടുതലായിട്ട് ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ചേർക്കാം, ചിക്കൻ പൊരിച്ചത് ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ വെജിറ്റബിൾസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ചും കൂടി ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ കുറവായിരുന്നു. ലാസ്റ്റായിട്ട് 3 കളറുള്ള ക്യാപ്സിക്കം ഇങ്ങനെ നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെക്കാം. ഈസി ആയിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡിയായി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചപ്പാത്തി മാവൊക്കെ അധികം ബാക്കി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് കുഴച്ചെടുക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം കൂടുതലായിട്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മാവ് ഉണ്ടാക്കുക കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. ഒറിഗാനോ ടൊമാറ്റോ സോസും സോയാ സോസും ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല. നമ്മളെ നാടൻ രീതിയിലുള്ള ആ ഒരു മസാലയില്ല,
നമ്മുടെ ഇറച്ചിപ്പത്തിനെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ ചപ്പാത്തി മാവ് ഇട്ടെടുത്താലും മതി. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.